ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഗബ്രി ഔട്ടായി. പിന്നീട് ഗബ്രി ഹൗസിലുള്ളവരോട് നോക്കി പറഞ്ഞ് സംസാരമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ കേട്ടപ്പം ഒരു കാര്യം ഓർമ്മ വന്നു. അതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയുടെ താഴെ വന്ന് പണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ അഫ്സൽ, അതായത് ജാസ്മിൻ വിവാഹം കഴിക്കാനിരുന്ന ആ പയ്യൻ ഇട്ടൊരു കമൻ്റ് ഉണ്ട്. ഞാൻ അനുഭവിച്ച വേദന ഒരിക്കൽ നീയും അനുഭവിക്കും എന്ന് പുള്ളി ഒരു കമൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലത്തെ ചില സീൻ കണ്ടപ്പോൾ ആ കമൻറ്റ് വീണ്ടും ഓർമ്മയിലേക്ക് വന്നു. ഇന്നലെ ഗബ്രിയും ജാസ്മിനും അവിടെ തല്ലി അലച്ച് നിലവിളിച്ച് എല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ്റെ അടുത്തേക്ക് ഗബ്രി എത്തിക്കഴിഞ്ഞ് ഗബ്രി പിന്നെ എല്ലാവരെയും ഓരോ ഹൗസിനുള്ളിൽ ഓരോരുത്തരെയും പേര് വിളിച്ച് അത് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും ജാസ്മിനെ വിളിച്ചില്ല. ജാസ്മിനെ അവിടെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തു, പേര് വിളിച്ചില്ല. അതിനി എന്തുകൊണ്ടാവാം, സ്നേഹം കൂടുതലുകൊണ്ടാണോ അതോ ഇവിടെ ആ ബന്ധം കഴിഞ്ഞു അവസാനിപ്പിച്ചുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ സംസാരിച്ച് വെച്ച് നോക്കുമ്പം ആ ബന്ധം അവിടെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. കാരണം എന്താ പറയുന്നത് ചോദിച്ചാൽ, ആ സമയത്ത് ഹൗസിലുള്ളവരെ നോക്കി ഗബ്രി ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഗെയിമും അവിടെ ഉപേക്ഷിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ എൻ്റെ എല്ലാ ഗെയിമും ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരങ്ങളും ഫ്രണ്ട്സും ആയിരിക്കും. ഇനി പുറത്ത് വന്നിട്ട് നമുക്ക് കാണാം. അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അതായത് അവിടെ കാണിച്ചത് അത്രയും ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. ഇനി എൻ്റെ സുഹൃത്തുക്കളും ഫ്രണ്ട്സുമാണ് നിങ്ങളെല്ലാം. നിങ്ങളോട് ആരോടും വ്യക്തിപരമാക്കി അങ്ങനെ ഒന്നും വെക്കുന്നില്ല, അല്ലെ കൂടുതൽ ഓവറായിട്ട് സ്നേഹവും വെക്കുന്നില്ല. അങ്ങനെ ഒരു മീനിങ് കൂടെ ഉണ്ട്. വെറും ഗെയിമാണ് ഞാൻ അവിടെ കാണിച്ചത്, അതെല്ലാം ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് അവിടെ കിട്ടിയതെല്ലാം ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ചിലർ പറയില്ല, നമ്മളൊരിടത്ത് ഒരു സ്ഥാപനത്തിൽ കയറി ചെന്നാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും, പിന്നെ നമ്മുടെ കൂടെ പോരാനൊന്നും ഉണ്ടാവരുന്നു എന്ന് വെച്ചാൽ വലിയ മോശം ഓർമ്മകളും നല്ല ഓർമ്മകളും ഒന്നും വേണ്ട, എല്ലാം അവിടെ അവസാനിപ്പിച്ചിട്ട് പോകണമെന്ന് ചിലപ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ചിലരൊക്കെ ഉപദേശിക്കാറുണ്ട്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ അത് പ്രത്യേകിച്ചുണ്ട്. കാരണം ഓരോ മത്സരാർത്ഥികൾക്കിട്ട് ചതിക്കുകയും വഞ്ചനയും കുതികാൽ വെട്ടും എല്ലാം ഉള്ളതാണ് ആ ഒരു ഷോയിൽ. അപ്പോൾ ഫീൽ ചെയ്യുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഷോയെ സംബന്ധിച്ച് അവിടെ നിന്ന് കിട്ടിയത് അവിടെ ഉപേക്ഷിച്ച് പോകുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരൊരു നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്നത്. കാരണം അവിടെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പലതും ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഷോയാണ് അത് പ്രത്യേകിച്ച്. അതുതന്നെയാണ് ഇന്നലെ ഗബ്രി വളരെ പക്വമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഗബ്രി പറഞ്ഞതിൻ്റെ അകത്ത് ജാസ്മിനുമായിട്ട് മുന്നോട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് വെച്ച് റസ്മിനും ജാസ്മിനും കൂടെ ആകുന്ന ഗബ്രിയെ കൊണ്ട് പ്രണയം ഉണ്ടെന്നും പുറത്തിറങ്ങിയ വിവാഹം ചെയ്യാമെന്നും ഒരു വാക്ക് പറയിപ്പിക്കാൻ ഇവർ മാക്സിമം ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ ഗബ്രി പറഞ്ഞ് ഞാൻ നീയായിട്ടൊരു റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. അത് ആ വിഷുവിന് അവരുടെ വീട്ടുകാർ ചേച്ചിയൊക്കെ വന്ന് സംസാരിച്ചതിൻ്റെ ബാക്കിയായിട്ട് അവർക്കുള്ള ഒരു മറുപടി പോലെ തന്നെയാണ് ഗബ്രി ഹൗസിനുള്ളിൽ ഇരുന്ന് പറഞ്ഞ്, നിന്നെ എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ നീയുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പിനും വരില്ല, നിൽക്കില്ല, അതെനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ഭാഗം കാണിച്ചിരുന്നു. ഗബ്രി കടന്നു വരുമ്പം ആദ്യമായിട്ട് ഹൗസിലേക്ക് കടന്നു വരുന്ന ഭാഗം ലാലേട്ടൻ കാണിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഗബ്രി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനാണ് എൻ്റെ കൂട്ടുകാരൻ, അച്ഛൻ്റെ പെറ്റായ ഒരു മോൻ പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ അച്ഛനെ ഒന്നും എതിർത്തും അച്ഛൻ്റെ ഇഷ്ടക്കേടിനൊന്നും ഒരിക്കലും ഗബ്രി നിൽക്കില്ല എന്ന് ആ ഒരു രീതിയും കൂടെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ടോട്ടലി അവർ വിഷുവിനൊക്കെ പറഞ്ഞ് അവിടെ കാണുന്ന ആകർഷണങ്ങളിലൊക്കെ ചെന്ന് വീഴാതെ മര്യാദയ്ക്ക് ഗെയിം കളിച്ചിട്ട് വരാൻ പറഞ്ഞ് അവരോട് തിരിച്ച് ഗബ്രി ഹൗസിനുള്ളിൽ ഇരുന്ന് പറയുന്നുണ്ട്, നീ ജാസ്മിനോട് എനിക്ക് നീയായിട്ട് യാതൊരു റിലേഷൻഷിപ്പിനും ആഗ്രഹമില്ല. അതാ വീട്ടിലുള്ളവർക്ക് കൊടുത്ത ഒരു മറുപടി തന്നെ ഇന്നലെ അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ അഫ്സൽ എന്ന് പറഞ്ഞ പയ്യൻ, ആ പയ്യൻ അനുഭവിച്ച മനോവേദന ഇന്നലെ തൊട്ട് ജാസ്മിൻ അനുഭവിച്ചത്. അവഗണന എന്താണെന്നുള്ളത് ജാസ്മിനാണ്. കാരണം അഫ്സൽ എന്ന പയ്യൻ ഈ ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോയി ഫ്ലൈറ്റ് കയറ്റി വിടുന്ന അവസാന നിമിഷം വരെ കൂടെ നിന്ന് എല്ലാം വാങ്ങിക്കൊടുത്ത് എല്ലാം സഹകരിച്ചെന്നൊക്കെയാണ് പുറത്ത് വരുന്ന ന്യൂസുകൾ. അതുപോലെ കൂടെ നിർത്തി വിവാഹവും ഉറപ്പിച്ച പോലെ വെച്ചിരുന്ന ഒരു പയ്യനെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പത്തേന് കറിവേപ്പില പോലെ ജാസ്മിനെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവിടെ പോയി കണ്ട ഗബ്രിയുടെ ഒപ്പം ഇയാളെ മറന്ന് ജീവിച്ചിട്ടുണ്ട്. ആ ഒരു അവഗണനയുടെ വേദന എന്താണെന്നുള്ളത് ശരിക്കും ജാസ്മിനും അനുഭവിക്കും. അതാണ് അഫ്സലിട്ട കമൻറ്റ്. അതാണ് ഇന്നലെ ഉണ്ടായ വിധി, കർമ്മ എന്നൊക്കെ പറയുന്നത്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും ജാസ്മിൻ പുറത്തു വന്നാലും അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികൾക്ക് എന്ത് പരിഗണന കൊടുക്കുന്നു ആ ഒരു പരിഗണനയെ ഗബ്രി ജാസ്മിന് കൊടുക്കുള്ളൂ. പക്ഷേ ജാസ്മിനെ സംബന്ധിച്ച് പുറത്തുനിന്ന് പലപ്പോഴായി ന്യൂസ് കിട്ടിയതുകൊണ്ട് എന്തായിരിക്കും അഫ്സലിൻ്റെ അവസ്ഥയെന്ന് സായി പറഞ്ഞിട്ടുള്ള വെച്ച് ജാസ്മിൻ ഊഹിക്കാൻ പറ്റും.
അത് വെച്ചാണ് ജാസ്മിൻ എങ്ങനെയും ഗബ്രിയായിട്ട് അടുക്കാൻ നോക്കിയത്. പക്ഷേ ഗബ്രി എന്ന സംഭവം എന്ന വ്യക്തി ഒരു കാരണവശാലും ഒരടുപ്പവും മുന്നോട്ട് പോകില്ല. അപ്പം ശരിക്കും ഈ ഒരു കമൻറ്റ് ഇപ്പം ഇവിടെ ജാസ്മിൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അഫ്സലിന് മനം നൊന്ത് പറഞ്ഞ ആ ഒരു വാചകം ഇന്നലെ തൊട്ട് ശരിക്കും ജാസ്മിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കർമ്മ ശരിക്കും അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.